നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടിനോട് യോജിക്കേണ്ടതില്ല എന്ന നിലപാടിൽ സാഹചര്യം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവച്ചിരിക്കുന്നു. എത്ര മണിവരെ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. 12 മണിവരെ സഭ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളമാണ്. ലോക്സഭയിലെ ബഹളത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടാണ് ഇന്നും സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉയർത്തിയാണ് ഇന്നത്തെ പ്രതിഷേധം. ബീഹാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യ മുന്നണി ഉയർത്താൻ പോകുന്നു. അടുത്ത ദിവസം 2 ആഴ്ച നീളുന്ന പ്രതിഷേധം ബീഹാറിൽ തന്നെ ആലോചിക്കുകയാണ് പ്രതിപക്ഷം. സുനിൽ, ഇപ്പോൾ ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇന്ന് ഉന്നയിക്കുന്നത്. അത് സഭയ്ക്കകത്തും പുറത്തും ഉയർത്തുന്നു. ബീഹാറിലേക്കും ആ പ്രതിഷേധം നീങ്ങാനിരിക്കുന്നു. എന്താണ് നമുക്കിപ്പോൾ സഭയിൽ നിന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നൽകാവുന്ന വിവരങ്ങൾ? എന്തായാലും ലോക്സഭാ നടപടികൾ ഇപ്പോൾ 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ ഇപ്പോഴും ബഹളം തുടരുന്നുണ്ട്. രാജ്യസഭാ നടപടികൾ ബഹളത്തിനിടയിൽ ശൂന്യവേള മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും ലോക്സഭയിൽ ഇന്ന് വളരെ ശക്തമായി തന്നെ പ്രതിഷേധമുയർത്തി. സഭാ കവാടത്തിൽ ഇന്ന് വലിയ പ്രതിഷേധമായിരുന്നു. അതിനുശേഷമാണ് സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ഉയർത്തിയത്. ഏതായാലും ഈ വോട്ടർ പട്ടിക വിഷയം അതീവ ഗൗരവമായ വിഷയമാണ്. ഇത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന നിലപാട് കൂടി പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാനാകില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഇന്ന് സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലെ വിധി വരാൻ പോകുന്നുണ്ട്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതൊക്കെ തന്നെ വളരെ നിർണായകമായിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കത്തിൽ. ഏതായാലും പ്രതിപക്ഷം ഈ വോട്ടർ പട്ടിക വിവാദമുയർത്തി, വോട്ടർ പട്ടിക വിഷയമുയർത്തി വലിയ ഒരു പ്രചരണത്തിലേക്ക് തന്നെ നീങ്ങാനാണ് ആലോചിക്കുന്നത്. എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയായിരുന്നു ഇന്ത്യ സഖ്യം, ആ നിലയിലേക്ക് ഇന്ത്യ സഖ്യം വീണ്ടും ചേരുകയും ഇന്ത്യ സഖ്യം വളരെ ശക്തമായി തന്നെ ആം ആദ്മി പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും എല്ലാ പാർട്ടികളും ഇപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം ദേശീയതലത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. അതേസമയം ഇതൊക്കെ എങ്ങനെ ഒരു ജനങ്ങളിലേക്ക് ഒരു പ്രചരണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ പ്രചരണമായി ഇക്കാര്യത്തെ മാറ്റുന്നുണ്ട്. പാർലമെന്റിൽ വളരെ ശക്തമായി ഒന്നിച്ച് ഇന്ത്യ സഖ്യം ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ചർച്ചയ്ക്ക് അനുവദിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രതിപക്ഷവും ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ട എന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ രാജ്യസഭയിൽ നമുക്ക് കാണാം, വലിയ ബഹളമാണ് രാജ്യസഭയിലും തുടരുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ രഘുവംശി പ്രതിപക്ഷത്തോട് ബഹളം വെക്കരുത് എന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. രാജ്യസഭയിൽ ബഹളം തുടരുന്നു. ലോക്സഭ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാർലമെന്റിലെ ഇന്നത്തെ കാഴ്ച. പിയാസുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.